ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയിലത്തെ വിശേഷമാണല്ലോ. നമ്മൾ തലേ ദിവസത്തെ വിശേഷങ്ങളല്ലേ പറയാറ്. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 14 വാലൻറ്റൈൻസ് ഡേ. അപ്പോൾ എല്ലാ പരസ്പരം സ്നേഹിക്കുന്നവർക്ക് എൻ്റെ വാലൻറ്റൈൻസ് ഡേ ആശംസകൾ. എനിക്കത് കൂടുതൽ എങ്ങനെയാണ് വിഷ് ചെയ്യുക എന്നുള്ളത് എനിക്കറിയില്ല. കാരണം നമ്മളുടെ കാലത്തൊന്നും ഈ വാലൻറ്റൈൻസ് ഡേ ഉണ്ടായിരുന്നില്ല. എന്നും വാലൻറ്റൈൻസ് ഡേ ആയിരുന്നു. ഇപ്പോൾ പിന്നെ ഓരോന്നിനും ഓരോ ദിവസം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളും അതങ്ങോട്ട് ആഘോഷിക്കുക. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ രാവിലെ എണീറ്റു. ഇതിപ്പോൾ 13-ാം തീയതിയിലത്തെ വിശേഷമാണല്ലോ. അങ്ങനെ രാവിലെ എണീറ്റ് നമ്മുടെ പതിവ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി. പിള്ളേർ സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കണം. അപ്പോൾ ഇന്ന് അവർക്ക് ഓറഞ്ച് ഡേ ആണ്. അപ്പോൾ എന്നോട് പറയും, ഓറഞ്ച് അല്ല മമ്മി, ഓറഞ്ച് എന്ന് പറയും. അപ്പോൾ അവർ നമ്മളെ പഠിപ്പിച്ച് തുടങ്ങിയിട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികളെ സ്കൂളിൽ പോയി തുടങ്ങുമ്പോഴാണ് നമ്മൾ വീണ്ടും പഴയ പാഠങ്ങളൊക്കെ ഒന്ന് പഠിച്ചു തുടങ്ങുക. അങ്ങനെ അവർ രണ്ടുപേരുടെയും 2 ഓറഞ്ചാണ് കേട്ടോ. അങ്ങനെ ഇന്നലെ ഞങ്ങൾ ശരിക്കും സിമാസിൽ പോയപ്പോൾ ഒരു ഓറഞ്ച് ബനിയൻ കണ്ടുപിടിക്കുമ്പോൾ അത് എടുക്കാൻ നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, എന്തിനാ വെറുതെ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. ഇവൻ്റെ കയ്യിൽ 2 ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഞാൻ പറഞ്ഞു അത് മതി എന്ന് പറഞ്ഞിട്ടാണ് പാച്ചുവിന് അതിട്ടത് കേട്ടോ. പുതിയത് തന്നെയാണ്, എനിക്ക് തോന്നുന്നു ആച്ചിൻ്റെ ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ തോമുവിൻ്റെ പുതിയതാണ് കേട്ടോ, ഓൺലൈനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അങ്ങനെ 2 പേരും റെഡി ആയിട്ട് നിൽക്കുമ്പോൾ പാച്ചുവിന് ആ ഷൂ ഇഷ്ടമായില്ല. തോമു ഓൾറെഡി ലൈറ്റ് കത്തുന്ന ഷൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഷൂ വേണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. അപ്പോൾ പിന്നെ അതങ്ങോട്ട് ഇടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയും പറയുകയും ചെയ്തു തുടങ്ങി. പാച്ചു എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ തോമുവിനില്ലെങ്കിൽ അത് വേണമെന്ന് തോമു എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് വേണമെന്ന് പാച്ചും ചോദിച്ചു തുടങ്ങിയിട്ടോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം 2 പേർക്കും ഒരുപോലെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചു തുടങ്ങി. അല്ലെങ്കിൽ നിനക്കില്ല എനിക്കുണ്ട് നിനക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു കുട്ടികളല്ലേ, അവർക്കറിയില്ലല്ലോ. കുറേയും കൂടെയൊക്കെ വലുതാകുമ്പോൾ അവർക്കറിയാം എനിക്കില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇത് ഇന്നതുകൊണ്ടാണ് എൻ്റെ കയ്യിലുള്ളത് നിൻ്റെ കയ്യിലില്ലാത്തത്, അങ്ങനെയൊക്കെ അറിയാം. പക്ഷെ ഇപ്പോൾ അവർക്കതൊന്നും അറിയാറായിട്ടില്ലല്ലോ. അങ്ങനെ അവർ 2 പേരും ഒന്നൊരു ഫോട്ടോ എടുക്കാൻ നിർത്താനായിട്ട് പെട്ട പാട്. എന്തോരം കാര്യങ്ങൾ ചെയ്താലാണെന്നൊരു ഒരു ഫോട്ടോ കിട്ടാം. പക്ഷേ കുറേ ഫോട്ടോസ് ഡിവൈന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഡോണിൻ്റെ സ്റ്റാറ്റസിൽ കണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഈ 2 ഫോട്ടോ കുട്ടികളുടെ നിന്ന് വാങ്ങിച്ചില്ലല്ലോ എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് നമ്മളുടെ ഏതെങ്കിലും ചാനലിൽ കണ്ടറിയാം, ഡിംപിളുടെയിലോ ഡിവൈൻ്റെയിലോ ഫോട്ടോസ് വരാണ്ടിരിക്കില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ ചാനൽ എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടക്കുന്ന ഓരോ കുട്ടി കാര്യങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള ഒരു ചാനലാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഇന്ന സംഭവം അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടില്ലേ, ഫോട്ടോസിൻ്റെ പിന്നാമ്പുറമാണ്. പാച്ചുവിന് ചാക്കോച്ചനെ ഞാൻ പറയാറില്ലേ, കുട്ടി ചട്ടമ്പിയാന്ന്. കണ്ടില്ലേ അവൻ കാണിക്കുന്നത്, ചേട്ടന്മാരെയൊക്കെ വെച്ചിട്ട് അലക്കുകയാണ് കണ്ട. ഇതാണ് അവൻ്റെ മെയിൻ പണിയിട്ട. സൂത്രത്തിൽ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഭയങ്കര സന്തോഷക്കുട്ടിയാണ് കേട്ടോ അവൻ. അങ്ങനെ പ്രത്യേകിച്ച് വാശിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അവൻ ചോദിക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് നടത്തി കൊടുക്കുക. പ്രത്യേകിച്ച് ഭക്ഷണകാര്യമാണ് അവന് മുൻപന്തിയിൽ. അതാണ് വയറ് വിശന്ന മൂപ്പര് ദേഷ്യപ്പെടും. അങ്ങനെ അപ്പാപ്പന് 3 പേരും കൂടിയിട്ടുള്ള ഓട്ടവും കളിയും ഇതൊക്കെയാണ്. അപ്പോൾ അപ്പയാണ് ഇന്ന് അവരെ കൊണ്ടുവന്നാക്കണത് കേട്ടോ. അപ്പോൾ തോമു പറയായിരുന്നു, ഓച്ചു പാച്ചുവിൻ്റെ മുടി ഈരിയിട്ടില്ല എന്ന്. സംഭവം ഓച്ചു സ്പൈക്ക് ചെയ്തതാണ്. പക്ഷേ കുട്ടി വിചാരിച്ചു മുടി ഈരാണ്ടാന്ന്. അപ്പോൾ ഞങ്ങൾ കുറേ ചിരിച്ചു. അതായത് പറഞ്ഞു, ഇവർ വർത്താനം പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇവരെന്താണ് പറയണേന്നുള്ളത് നമുക്ക് ഏത് നേരത്തെ എന്താണെന്ന് അറിയില്ല പറയണത്. അപ്പോൾ ഇന്നലെ എന്തോ പറഞ്ഞപ്പോൾ ഇതുപോലെ തോമു പറഞ്ഞപ്പോൾ തോമു ഭയങ്കര തഗ് അടിക്കുന്ന ആളാണ് കേട്ടോ. ഓരോ കാര്യങ്ങൾ പറയും. അങ്ങനെ അവർ അപ്പനും മക്കളും യാത്രയായി. ചാക്കോച്ചൻ പതിവുപടി ഗേറ്റ് വരെ. അപ്പോൾ ഞാൻ നിർബന്ധിച്ചിട്ടാട്ടോ കയറ്റുക. ഡിവൈൻ പറയാം അങ്ങനെ ശീലിപ്പിക്കേണ്ടത്. പക്ഷേ ഞാൻ പറയും പാവല്ലേ, അവനും ആഗ്രഹം ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വരെ കയറ്റണ്ട. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പറയാറില്ല, ഇവർ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ നേരം സംസാരിക്കുന്ന മുറ്റത്ത് നിന്നിട്ട്. ഞങ്ങളിങ്ങനെ ഓരോ 1-ാം സ്ഥലം 2-ാം സ്ഥലം എന്ന് പറയണ പോലെയാണ്. ആദ്യം അവിടെ നിന്ന് കുറേ സംസാരിക്കും, അത് കഴിഞ്ഞ് കുറേ അടുക്കളയിലിരുന്ന് പിന്നെ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ ഇവർ 2 പേരും പിന്നെ ഞാനും കൂടി ആയിക്കഴിഞ്ഞാൽ നേരം പോകണതറിയില്ല. തിരിച്ച് ഇവരിൽ ഒരാളില്ലെങ്കിൽ വീട് ഉറങ്ങിയ പോലെയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഡിംപിളും ഡാഡിയും കൂടിയിട്ട് പുറത്തേക്കൊന്ന് പോവാണ്. അപ്പോൾ ഞാൻ പറയാണ്ട് തന്നെ അറിയാം ഡിംപിളും ഡാഡി എന്തിനായിരിക്കും ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പോകണമെന്ന്. ഒരു ബാങ്കിൻ്റെ കാര്യങ്ങൾക്കും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് ഒരു സംഭവത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നിൽ കുറേ നൂലാമാലകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പോണതാണ് കേട്ടോ. ഇപ്പോൾ സ്വർണ്ണത്തിന് വില ഇങ്ങനെ കൂടിയും കുറഞ്ഞും നിൽക്കുന്നത് കാരണം തന്നെ നമ്മളിങ്ങനെ നോക്കിയിട്ടാണ് ഓരോ ദിവസവും നോക്കി നിൽക്കുക.
കാരണം ഡിംപിൾ പറഞ്ഞ പോലെ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം ഗോൾഡായിട്ടായിരുന്നു. അപ്പോൾ അത് വില കൂടുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കുകയും കുറയുമ്പോൾ കൊടുക്കാണ്ടിരിക്കുകയും അങ്ങനെ നോക്കി ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ കേട്ടോ. അപ്പോൾ ഡിംപിളിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഡാഡിയാണ്. എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യേണ്ട രീതികൾ പറഞ്ഞു കൊടുക്കും, അത് ചെയ്യിക്കും. അല്ലാണ്ട് എനിക്ക് അങ്ങനെ ബാങ്കിൽ പോയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്വർണ്ണക്കടയിൽ പോയിട്ട് അത് കൊടുക്കാനോ എടുക്കാനോ ഒന്നും എനിക്കറിയില്ല. നമ്മൾ എല്ലാതും അറിയാത്ത കാര്യം അറിയും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നെ സംബന്ധിച്ച് എനിക്ക് എന്താ പറയുക, ഡാഡി എന്താണോ കൊണ്ടുവരുന്നത് അത് വെച്ച് വീട് നല്ല ഭംഗിയിൽ കൊണ്ട് നടക്കുക. 10 രൂപ തന്നാൽ അതിൽ നിന്ന് 2 രൂപ മാറ്റി വെച്ച് ബാക്കി 8 രൂപ കൊണ്ട് ചിലവാക്കുക. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ എനിക്കറിയുള്ളൂ. കാരണം നമ്മളുടെ എൻ്റെയൊക്കെ അപ്പച്ചനും അമ്മച്ചിയുടെ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് അമ്മമാരങ്ങനെ ജോലിക്കൊന്നും പോകുന്ന കൂട്ടത്തിലല്ല, വളരെ അപൂർവം പേര് മാത്രമേ ജോലിക്ക് പോകണവരുള്ളൂ. അപ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മമാർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, കണ്ടു നോക്ക്. നമ്മുടെ മുമ്പത്തെ വീഡിയോസിൽ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫിൽറ്റർ കോഫി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും ഇന്നത് ചെയ്യാൻ പോകണം. അപ്പോഴെനിക്ക് ഓർമ്മ വന്നത് നിങ്ങൾ ചോദിച്ചത് ഇതുപോലെ ഒരു ഫിൽറ്റർ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബ്രൂ സൺറൈസ് ഒക്കെയാണ്, പക്ഷേ ഞാൻ ഇപ്പോഴും ഇത് തന്നെയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ രാവിലെ ഡാഡി കട്ടൻ കാപ്പിക്ക് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ വർഷമാണ് ഇതിൻ്റെ പ്രായം എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഒരു ബൗളുണ്ടാവും. ഇത് അഴുക്കല്ല കേട്ടോ, ഇത് കറയാണ്, കാപ്പിയുടെ കറയാണ്. എൻ്റെ കൊള്ളി വെന്തുകൊണ്ടിരിക്കുകയാണ് അടുപ്പത്ത്, അതാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ കാപ്പിപ്പൊടി ഇടുന്ന സംഭവം. ഇതിപ്പോൾ ദാ ഇങ്ങനെയാണ് വരിക, കണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കാപ്പിപ്പൊടി ഇടണം. ആവശ്യമുള്ളതല്ല, കൂടുതലിട്ടാൽ അത്രയും തവണ നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഇത് കിട്ടും, എസൻസ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇടാം. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിലിപ്പോൾ ഞാൻ ഇതുകൊണ്ട് ഒരു 2 സ്കൂപ്പാണ് കേട്ടോ, നല്ല ഫുൾ ഇതാണ്. 2 അല്ല, ഒരു 3 എണ്ണം ഇടാം. 2 3 ഇത്ര ഇട്ടില്ലേ, ഒരു 4 എണ്ണം കിടന്നോട്ടെ കേട്ടോ. 4 എണ്ണം ഇട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ വെച്ചതിന് ശേഷം നല്ല തിളച്ച വെള്ളം തന്നെ ആയിരിക്കണം കേട്ടോ, എന്നാലേ പെട്ടെന്ന് ഫിൽറ്റർ ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് ഒച്ച കാരണം ഓഫ് ചെയ്തിട്ടത്. ഇത് തിളച്ച വെള്ളമാണ് കേട്ടോ, കണ്ടോ, തിളച്ച് കിടക്കുന്ന വെള്ളമായിരുന്നു. ഇതങ്ങനെ എടുത്ത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുക. ഇതിലേക്ക് എങ്ങനെ ഒഴിച്ചിട്ട് അത് മൂടി വയ്ക്കുക. ആ ചൂട്ടോടെ തന്നെ മൂടി വയ്ക്കുക. അപ്പോൾ ശരിക്ക് കുറച്ച് സമയമെടുക്കും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരു കോഫിക്കൊക്കെ ഉള്ളത് ഫിൽറ്റർ ചെയ്ത് കിട്ടും. ഇപ്പോൾ അത് അടിയിലേക്ക് ഇപ്പോൾ ഇറ്റിട്ടിട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ പാല് കാച്ചി അതിലേക്ക് ഇതിൽ നിന്ന് എത്ര തുള്ളിയോ അല്ലെങ്കിൽ അത് കടുപ്പം പോലെ നമ്മളൊരു തുണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അതനുസരിച്ച് ഒഴിക്കുക. അത് കഴിഞ്ഞാൽ വീണ്ടും തിളച്ചാറിയ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അടുത്തൊരു സെറ്റ് കോഫി. അപ്പോൾ കുറച്ച് കൂടുതൽ ഇത് ഒഴിക്കേണ്ടി വരും. 3ാമതൊരെണ്ണം കൂടി ആയിക്കഴിഞ്ഞാൽ കട്ടൻ കാപ്പിക്ക് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫിൽറ്റർ കോഫി ഉണ്ടാക്കുക. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കിത് പിടിക്കാൻ പറ്റില്ല, ഭയങ്കര തിളച്ച ചൂടാണ്. അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്നിട്ട് കോഫി ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതേ ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ ഒന്ന് ചൂടൊന്ന് ആറി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് കാണിക്കാം കേട്ടോ. ഇങ്ങനെയാണ്, കണ്ടോ, ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വന്നു. ഇനിയിപ്പോൾ ഇതിൽ മുകളിൽ നമ്മൾ നോക്കുമ്പോൾ അതെ ഫുൾ വറ്റി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ഗ്ലാസ് ഒന്നെങ്കിൽ പാല് അല്ലെങ്കിൽ പാലിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഞാൻ ഇതിപ്പോൾ കറക്റ്റ് പാലല്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തിളയ്ക്കുമ്പോൾ ഞാൻ ഷുഗർ ഫ്രീ ആണ് ഇടുക, നിങ്ങൾ പഞ്ചസാര ഇടാം. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ തൽക്കാലം പഞ്ചസാര ഇടാം. ഇട്ടിട്ട് വരട്ടെ കേട്ടോ. ഇപ്പം ഞാൻ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഇത് ഗ്ലാസ്സിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കടുപ്പത്തിന് ഈ ഫിൽറ്റർ കോഫി ഒഴിക്കുക,
അല്ലെങ്കിൽ ഇതിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ആറ്റിയെടുക്കാം. അപ്പോൾ പണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടംബ്ലറും ഗ്ലാസും. അപ്പോൾ അതിലേക്ക് പാലൊഴിച്ചിട്ട് ഈ ഫിൽറ്റർ ഈ കോഫി ഒഴിച്ചിട്ട് അങ്ങനെ വിൽക്കും പഞ്ചസാര ഇട്ടിട്ട്. പിന്നെ നമ്മൾ കസ്റ്റമേഴ്സാണ് അതിങ്ങനെ ആറ്റിയിട്ട് നമ്മളുടെ ഇഷ്ടത്തിന് പതപ്പിച്ച് എടുക്കുക. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇനിയിപ്പോൾ കാപ്പി എടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്ക് 1.5 ഗ്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു കപ്പിലേക്ക് എടുക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ ഇങ്ങനെ എടുത്തു. ഇതിപ്പോൾ ഞാൻ തൽക്കാലം ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള കടുപ്പത്തിനനുസരിച്ച് ഇത് ഒഴിക്കുക. കണ്ടോ, ഇങ്ങനെ വരും. ഇനി ഒരു സ്പൂൺ എടുത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കടുപ്പം മനസ്സിലാവും. കണ്ടോ, ശരിക്കും ഫിൽറ്റർ കോഫി ആകുമ്പോൾ കുറച്ചും കൂടി കടുപ്പത്തിൽ കുടിക്കുമ്പോഴാണ് അതിൻ്റേതായ ഒരു ഫ്ലേവർ വരിക കേട്ടോ. എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല മണമാണ് കേട്ടോ, ഭയങ്കര മണമാണ് ഫിൽറ്റർ കോഫിക്ക്. കണ്ടോ, ഇതാണ് ഈ സംഭവം. ഇങ്ങനെ ആക്കണതിന് പകരമാണ് നമ്മൾ ഈ ബ്രൂ ഒക്കെ എടുത്തിട്ട് ഒരു പാക്കറ്റ് ബ്രൂ എടുത്ത് പൊട്ടിച്ചിടണം. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടില്ല. നമ്മൾ തിളച്ച കാപ്പിയിലേക്ക് പാലിലേക്ക് ആ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ടാൽ മതി. പക്ഷേ ഇതാവുമ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക, ഫിൽറ്റർ ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാൻ. അപ്പോൾ ഇതാണ് ഫിൽറ്റർ കോഫി. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഇല്ലെങ്കിൽ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര വില കുറവാണ്. പണ്ടൊക്കെ ഭയങ്കര വിലയായിരുന്നു ഈ ഫിൽറ്ററിന്. പക്ഷേ ഇപ്പം അങ്ങനെ വിലയൊന്നുമില്ല. ഞാൻ മറ്റേ റിലയൻസിൽ കണ്ടു ഇതിൻ്റെ വലിയതൊക്കെ. ഇത്ര ചെറുത് വേണ്ട, നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു ഇടത്തരം വാങ്ങിച്ചു. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ ഇതിലേക്കിപ്പോൾ ഇത് ഇപ്പോൾ 2 ഗ്ലാസ്സാന്ന് വയ്ക്കുക. ഒരു 5-6 ഗ്ലാസ്സിലേക്കുള്ളത് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ ഒരു 2 ഗ്ലാസ്സിലേക്ക് അങ്ങനെയാണ് വരിക. അപ്പോൾ വാങ്ങിക്കുമ്പോൾ കുറച്ച് വലുത് വാങ്ങിച്ചാലും വിരോധമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ മനസ്സിലായില്ല, ഇതാണ് നമ്മുടെ ഫിൽറ്റർ കോഫി. എനിക്കിഷ്ടപ്പെട്ട ഫിൽറ്റർ കോഫി. ഇതിപ്പോൾ ഒരു ഗ്ലാസ് നമുക്കിങ്ങനെ എടുത്ത് വയ്ക്കാം. ഡിംപിളും ഡാഡിയുടെ ഇല്ല, അപ്പോൾ ഡിവൈനുള്ളൂ. അപ്പോൾ ഡിവൈൻ വരുമ്പോൾ ഡിവൈന് ഇഷ്ടമാണ്. ഡിവൈന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കോഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഒരു ഗ്ലാസ് ഞാനും കുടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോ ദിവസം ഇതുപോലെ കുട്ടി കാര്യങ്ങൾ പറ്റാവുന്ന പോലെ ചെയ്ത് കാണിക്കാമെന്ന്. കാരണം ഞാനിത് ദിവസവും ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലത്തെ കാര്യങ്ങളാകുമ്പോൾ എനിക്കും എളുപ്പമുണ്ട്, നിങ്ങൾക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കേട്ടോ. കുറേ പേർക്കൊക്കെ അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഫുഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിലും ബാക്കി സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പുറത്ത് പോയി വരുമ്പോഴേക്കും ഞാൻ എല്ലാതും എടുത്ത് പുറത്ത് വെച്ച് ആവശ്യമുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ബാക്കിയുള്ളത് കളഞ്ഞു. പട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ അങ്ങനെ മാറ്റി വെച്ചു. അങ്ങനെ എന്താ പറയുക, ഒരു എന്താ പറയുക, പഴയ ലെഫ്റ്റ് ഓവർ ഫുഡിൻ്റെ ഞാൻ പറയാറുണ്ടല്ലോ, ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നമുക്ക് അങ്ങനെ വരാറുണ്ട്. തലേ ദിവസത്തെ അല്ലെങ്കിൽ തലേ ദിവസത്തെ അല്ലെങ്കിൽ രാവിലത്തെ അങ്ങനെയുള്ള സംഭവം വെച്ച് ഒരു ഇത് അങ്ങനെ ആയപ്പോഴേക്കും ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഡിംപിളും ഡാഡിയും മടങ്ങി വന്നു കേട്ടോ. അപ്പോൾ അവർ വന്നിട്ട് പാച്ചുവിന് ഇന്ന് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകണം പല്ലിൻ്റെ പ്രശ്നത്തിന്. അപ്പോൾ അതുകൊണ്ട് വേഗം ഫുഡ് കഴിച്ചിട്ട് ഇവർ റെഡിയായി നിൽക്കുമ്പോഴേക്കും ഡോൺ കുട്ടികളെയും കൊണ്ട് വരാമെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അപ്പോഴേക്കും അവർ വന്ന് ഭക്ഷണം കഴിച്ച് വന്നിട്ട് ഇവർക്ക് ഒന്നിച്ച് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം അല്ലെങ്കിൽ നേരെ വന്ന് ഇവിടെ കൊണ്ടുവന്നാക്കി അങ്ങോട്ട് പോകുമ്പോഴേക്കും ഭയങ്കര പ്രശ്നം. പിന്നെ അവർ 2 വീലർമേ പോയത്. കാരണം പാർക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ടൗണിലൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ 2 വീലർമേ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷേ 2 വീലർമേ പോയി വന്നതിന് ശേഷം 2 പേർക്കും ഭയങ്കര ക്ഷീണമായിരുന്നു. കാരണം നല്ല വെയിലും നല്ല ചൂടുമാണ്. അപ്പോൾ പറയാമായിരുന്നു ഭയങ്കര ട്രാഫിക്കായിരുന്നു റോട്ടിലൊക്കെയെന്ന്. അങ്ങനെ പോയി വന്നിട്ട് ഇവളാകെ തളർന്നിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അവളിതേ ചാക്കോച്ചനെ മൂച്ചേറ്റ എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവനെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല രസമാണ്. അവൻ എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഡിംപിൾ പറയായിരുന്നു ഇനി 2 മണിയാകുമ്പോൾ വീണ്ടും പോകണം, 2-2:30 എന്നുള്ളത്. അപ്പോൾ വേഗം വിളിച്ചിട്ട് 3 മണിയെന്ന് പറഞ്ഞു. കാരണം ഭയങ്കര ക്ഷീണമായി പോയിട്ട് വെയിലത്ത് പോയിട്ട് വന്നപ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പുറത്ത് നല്ല ചൂടാണ്, നമ്മളകത്ത് നിൽക്കുമ്പോൾ നമുക്ക് അത്രയും ഫീൽ ചെയ്യണില്ല. അങ്ങനെ ചാക്കോച്ചൻ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവൻ്റേതായ ഭാഷയിൽ ഓരോന്ന് പറയണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എപ്പോഴും ഡിവൈൻ ഭക്ഷണം കഴിക്കും. കാരണം തോമു വരുമ്പോഴേക്കും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ തോമു വന്നാൽ പിന്നെ നേരെ 2 പേരെയും കൊണ്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ചാക്കോച്ചനെ ഉറക്കുകയും ചെയ്യാം, തോമുവിന് കുറച്ച് നേരം കളിക്കുക. അപ്പോൾ ഡിവൈനും കുറച്ച് നേരം റെസ്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ചാക്കോച്ചിന് ഫുഡ് കൊടുക്കലും ഡിവൈൻ കഴിക്കലും കൂടിയിട്ട് ഒപ്പം അങ്ങോട്ട് കഴിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ചാക്കോച്ചനെ സംബന്ധിച്ച് അവന് ഏറ്റവും ഇഷ്ടം ചോറ് തന്നെയാണ്. അപ്പോൾ ചോറും വല്ല തൈരോ അല്ലെങ്കിൽ നെയ്യും പരിപ്പോ അങ്ങനെ എന്തെങ്കിലും കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ മൂപ്പര് ഭയങ്കര ഹാപ്പിയാണ്. അവന് എന്ത് പലഹാരം കൊടുത്താലും അവന് ചോറ് വേണം. അപ്പോൾ എനിക്ക് തോന്നുന്നു അവൻ ഓച്ചുവിൻ്റെയൊക്കെ പോലെയാണ്. എനിക്കും ചോറാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. തോമും ജസ്റ്റ് ഓപ്പോസിറ്റാണ്. പാച്ചുവിന് പിന്നെ ഒന്നും വേണമെന്നില്ല, ഭക്ഷണമേ കൊടുക്കാണ്ട് നിന്ന് അവൻ അത്രയും സന്തോഷം. അങ്ങനെയാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. അവനെ സംബന്ധിച്ച് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, അവൻ ആക്റ്റീവാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇവിടെ ഇതാണ് പണി. ഏത് കൂടെ തിരിഞ്ഞ് നോക്കുമ്പോഴും കാണാം ഇതിൻ്റെ മുകളിൽ കയറി മേശപ്പുറത്ത് കയറിയിരിക്കൽ. അപ്പം ഞങ്ങളിത് ഒന്ന് മാറ്റിയിടണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. മാറ്റിയിടല്ല, ചുമരിനോട് മുട്ടിച്ചിടണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കണ്ടോ, ഇവിടെ നിന്ന് ഓടിച്ചപ്പോൾ അപ്പുറത്ത് പോയിട്ട് അവിടെ കയറി. പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ കാണാം കിച്ചണിൽ പോയിട്ട് അവിടുത്തെ കസേരമ്മ കയറൽ. അങ്ങനെ ഇപ്പോൾ കസേരയമ്മ കയറലാണ് മെയിനായിട്ട്. അപ്പോൾ ഡിംപിൾ പോണതിന് മുമ്പ് ഡിംപിളിൻ്റേതായ ഓർഡറുകൾ പാക്ക് ചെയ്ത് ഡാഡീനെ ഏൽപ്പിക്കണം കേട്ടോ. അപ്പോഴേക്കും ഡോണങ്കയുടെ കൂടെ വന്നു പാച്ചും മറ്റേ തോമും. അപ്പോൾ അങ്ങനെ രണ്ട് പാച്ചുവിൻ്റെ ബനിയൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്കൂളിൻ്റെ ബനിയനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഉച്ചയിലത്തേക്കുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഒക്കെ ലെഫ്റ്റ് ഓവർ ഫുഡാണ് കൊടുക്കണേന്നുള്ളത്. അപ്പോൾ ഡോണിനൊക്കെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, 6-8 ചപ്പാത്തി ഉണ്ട്. അപ്പോൾ അതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതും ഈ ചോറും കൂടി ആയിക്കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അങ്ങനെ ഞാൻ ചോറ് വേഗം തിളപ്പിച്ചൂറ്റി അത് കടല ഉപ്പേരി, അത് കടലയും ഈ പറഞ്ഞ പോലെ 2 ദിവസം മുമ്പ് നമ്മൾ പുട്ടിനുണ്ടാക്കിയ കടല ചാറോട് കൂടിയായിരുന്നു. അപ്പോൾ ഞാനതെടുത്തൊന്ന് മിളകൊക്കെ ഇട്ട് മൊരിച്ച് അങ്ങനെയാക്കി. അപ്പോൾ അത് കഴിഞ്ഞ് ഡോണിൻ്റെ ഭക്ഷണം കഴിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ പറയുകയാണ് ഇന്ന് ഞങ്ങൾ പോവും. അപ്പോൾ ഡോണങ്ക ചോദിക്കുക, നീ എൻ്റെ കൂടെ നിന്നോ, അമ്മ പൊക്കോട്ടെ ആൻസൻ്റെ കൂടെ എന്ന് പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ ആന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇല്ല ഞാൻ ആൻസൻ്റെ അവിടേക്ക് പോവാണ്, അമ്മയുടെ കൂടെ പോവാണ്, ഡിംബുവിൻ്റെ കൂടെ പോവാണ് എന്ന് പറഞ്ഞിട്ട് നിൽക്കാട്ടോ. എന്നാൽ അവന് പോകണമെന്നുണ്ട്, എന്നാൽ ഡോണങ്കയുടെ കൂടെ നിൽക്കണം എന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പിടുത്തല്ലാണ്ട് നിൽക്കാം. അപ്പോൾ ഡോൺ പോയി കുറച്ച് കഴിഞ്ഞോട് കൂടിയിട്ട് അവർ പല്ലിൻ്റെ അവിടേക്ക് പോയിട്ടതാ അവരിറങ്ങായി. അപ്പോൾ അവൻ കുറേ പറഞ്ഞു, ഹാപ്പി ഹിപ്പോയിലേക്ക് പോണ്ട എന്ന് പറഞ്ഞു. കാരണം അവന് പറഞ്ഞപ്പോൾ മനസ്സിലായി അവിടേക്കാണ് പോണേന്നുള്ളത്. പക്ഷേ ആ പറച്ചിൽ തന്നെയുള്ളൂ കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൻ കരയുമെങ്കിലും മിണ്ടാണ്ട് നിന്നെല്ലാം കാണിച്ചു കൊടുക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ കണ്ടോ പോണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ അവനറിയാം ഇന്ന സ്ഥലം. അപ്പോൾ നമ്മളെ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും പോണ്ടതാണെങ്കിൽ പോകണമെന്നും അല്ലാത്തതാണെങ്കിൽ പറയും പോണ്ട എന്ന് പറയും. പക്ഷേ അലറി കരയേ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. വളരെ മെച്ചൂർഡായിട്ടുള്ള കരച്ചിൽ, ഞാൻ പറയും ഇങ്ങനെ ബഹളം വെച്ചിട്ടുള്ള കരച്ചിലും തിക്കും തിരക്കങ്ങളൊന്നുമില്ല. അവൻ കുറച്ച് പറഞ്ഞു നോക്കും, പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കീഴടങ്ങുകയെന്ന് പറയില്ല, അങ്ങനെയാണ് അവൻ്റെ ഒരു പ്രകൃതി. അങ്ങനെ അവർ പോയി. ഭയങ്കര വെയിൽ കണ്ടു, നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്. പക്ഷേ ചില സ്ഥലത്തേക്ക് നമുക്ക് കാറും കൊണ്ട് പോകാൻ പറ്റില്ല. ഇതൊക്കെ പാർക്കിങ്ങുള്ള സ്ഥലമായതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ എല്ലാവരും പോയി. അപ്പം ഊണ് കഴിഞ്ഞ വഴിക്ക് ഡിവൈൻ കുട്ടികളായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഡോണൊക്കെ പോയത്. അല്ലെങ്കിൽ ഡോൺ ഇറങ്ങുമ്പോൾ ഒരു കരച്ചിലും ബഹളമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ 2:30 ഒരൊറ്റ നിപ്പ് നിന്നതാണ് കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. ഫുള്ള് പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി മറ്റേ ബാക്കി വന്ന ഫുഡൊക്കെ പാത്രങ്ങളിലാക്കി വെള്ളം ഒന്ന് തിളപ്പിച്ച് വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഫിൽറ്ററിൽ നിന്നുള്ള വെള്ളം മതിയാവണില്ല, നല്ല ചൂടല്ലേ. അപ്പോൾ വെള്ളം വേണം. അപ്പോൾ ചൂടാറിയപ്പോൾ ഞാൻ അതൊക്കെ കുപ്പിയിലാക്കി വെച്ച് എൻ്റെ ഒരുവിധം പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോഴാണ് ഡിംപിൾ പോകേണ്ട സമയമായി. അപ്പോൾ അവർ ഡോക്ടറെ അടുത്ത് പോയിട്ട് വന്നു. അപ്പോൾ അവന് പല്ലിന് ഇനി 2-3 ദിവസം കൂടി പോകണം. അപ്പോൾ അത് ഏനം പോലെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഇന്ന് പോയിട്ട് എങ്ങനെയാ വെച്ചാൽ വരാം എന്ന് പറഞ്ഞിട്ടാണ് ഡിംപിൾ മുനമ്പത്തേക്ക് പോകാനായിട്ട് പുറപ്പെടുന്നത്. അങ്ങനെ ഞാൻ ചായ വെച്ചു. ചായ കുടിച്ച് കഴിഞ്ഞ് അപ്പോഴേക്കും കാറ് വന്നു കേട്ടോ. ഊബറിലാണ് പോണത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരാൾ അവിടം വരെ പോയി, പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഇവിടം വരെ വരണ്ടേ. അപ്പോൾ വെറുതെ ഒരു ദിവസം മെനക്കെടാണ്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല, പിന്നെ കുട്ടികളല്ലേ തന്നെ പോയി ശീലിക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഊബർ വന്ന് നിന്നു. ഡിംപിളും പാച്ചും പോവാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ ഡാഡി കയറ്റി വെച്ച് അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഊബറാകുമ്പോൾ പിന്നെ നമുക്കൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ കയറി. ആദ്യത്തൊക്കെ ഒരു ദിവസം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. പിന്നെ മനസ്സിലായി ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണെന്നുള്ളത് മനസ്സിലായപ്പോൾ പിന്നെ അത് ശീലമായി. അപ്പോൾ ഡിംപിളിനായാലും ഒരാളെ മെനക്കെടുത്തുണ്ടല്ലോ, അല്ലെങ്കിൽ എന്നെ കൊണ്ടാക്കാൻ ഒരാൾ, കൊണ്ടുവരാൻ ഒരാൾ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ തന്നെ ഡ്രൈവ് ചെയ്ത് പോകണ്ടെന്ന് ഞങ്ങളൊക്കെ അഭിപ്രായം പറഞ്ഞപ്പോൾ പിന്നെ ഊബറിനെയാണ് ശരണം വെച്ചേക്കണം കേട്ടോ. അങ്ങനെ ഞാൻ പട്ടിക്കുള്ള ഇറച്ചിയാണ് ഇത് വേവിച്ചേക്കണം. അപ്പോൾ ഈ കാര്യങ്ങളുടെ ഇടയിൽ ഞാൻ അതും കൂടിയും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
അതും കൂടി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ ഒന്ന് കുറച്ച് നേരം കിടക്കാം. എനിക്കിവിടെ കിടക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന സമയമൊന്നുമില്ല കേട്ടോ. ചിലരുണ്ട് ഊണ് കഴിഞ്ഞ് വഴിക്ക് കിടക്കുക, അല്ല ഇത്ര മണിക്ക് എണീറ്റ വഴിക്ക് ചായ കുടിക്കുക. എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു കൃത്യനിഷ്ഠകളും ഇല്ല. കാരണം മുമ്പുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അതില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഡെയിലി സംഭവങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഓരോ സമയം നോക്കുമ്പോൾ അറിയാം ഇത് ഇന്ന സമയത്താണ് ഞാൻ ഓരോന്നും ചെയ്യുന്നത്. ഞാൻ കളിയാക്കിയിട്ട് ഗ്രൂപ്പിലെ പിള്ളേരോട് പറയും, നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഞാൻ കിടന്നുറങ്ങായിരിക്കും, നിങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുന്നത്. കാരണം ചില കാര്യങ്ങൾക്ക് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വേണ്ടി വരും. അങ്ങനെ ഞാൻ ഈ പർട്ടിക്കുലർ ചോറ് വരെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് പോയി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കൊള്ളി വേവിച്ചു, പട്ടിക്കുള്ള ഇറച്ചി വേവിച്ചു, ഇറച്ചിയല്ല ചോറ് ഒക്കെ വേവിച്ച് വന്നപ്പോൾ ഡാഡി സുഖമായിട്ട് ഉറങ്ങുക. അപ്പോൾ ഞാൻ വേഗം കുറച്ച് നേരം ഞാനും ഉറങ്ങി എണീറ്റതിന് ശേഷം ഉറങ്ങില്ല, കുറച്ച് നേരം കിടന്ന് എണീറ്റ് അവിടെ നിന്ന് ഞാൻ തുണികളൊക്കെ കൊണ്ടുവന്ന് കുറേ ടോമുവിൻ്റെ പാച്ചുവിൻ്റെ ഡ്രസ്സുകൾ കുറച്ചുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ അവിടെ ഇട്ടു. കാരണം ട്രൗസറുകളാണ്, അപ്പോൾ അത് മുഴുവൻ അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല. ബാക്കിയുള്ള സംഭവങ്ങൾ ഇന്നലെ ഡിമ്പിൾ തോരയിട്ടതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എടുത്തു കൊണ്ടുവന്ന് അകത്ത് വെച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്കറിയാലോ, സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇതാണ് എൻ്റെ സമയം. അപ്പോൾ ഇന്ന് രാത്രിയിലത്തെ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം, ബാക്കി എന്താ ഡിവൈൻ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടിരുന്നു. പക്ഷേ ഇവിടെ ഇരിക്കുമ്പോഴും അപ്പോൾ ഈ വളകൾ ഞാൻ പറയാം, നമ്മുടെ എല്ലാ സൈസിലുള്ള വളകളാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണിക്കുന്ന വളകൾ എല്ലാ സൈസും ഉണ്ട്. അതായത് 2.4, 2.6, 2.8, 2.10 എല്ലാ സൈസിലുള്ള വളകളാണ് ഞാനിപ്പോൾ ഇന്ന് ഈ കാണിക്കുന്ന വളകൾ. അതാണ് ഞാൻ പ്രത്യേകം സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം ചിലവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സംഭവം കാണിച്ചിട്ട് ഇതിൻ്റെ അതുണ്ടോ ഇതുണ്ടോ ചോദിക്കുമ്പോൾ ഉണ്ടാവാറില്ല. അപ്പോൾ ഉള്ള പാറ്റേൺസ്, അതായത് എല്ലാ സൈസും ഉള്ള വളകളുടെ പാറ്റേണുകളാണ് ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇന്ന സൈസാണെന്ന് പറഞ്ഞാൽ കണ്ണടച്ച് എനിക്കത് തരാം. പ്ലേറ്റ് ചെയ്യാത്തത് ഉണ്ടെങ്കിൽ പ്ലേറ്റ് ചെയ്യാത്തതാണുള്ളതെന്ന് വെച്ചാൽ 2 ദിവസം പ്ലേറ്റിങ്ങിനുള്ള സമയം കൂടി എനിക്ക് തരേണ്ടി വരും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങനത്തെ വളകളാണ്. അപ്പോൾ ഞാൻ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ ഇന്ന് വൈകുന്നേരം ഇന്ന് കൊള്ളി വേവിച്ചപ്പോൾ നല്ല എന്താ പറയുക, പായസക്കൊള്ളി എന്ന് പറയില്ലേ, അങ്ങനത്തെ കൊള്ളി ആവി കയറിയ വഴിക്ക് അങ്ങോട്ട് ഉടഞ്ഞു. സംഭവം നന്നാക്കുമ്പോൾ ഡാഡി എനിക്ക് നന്നാക്കി തന്നിട്ടോ. അപ്പോൾ ഡാഡി നന്നാക്കുമ്പോൾ പറഞ്ഞു ഇതൊരു സുഖമില്ല എന്നാണ് തോന്നണേ, ഇനിയിപ്പോൾ വഴിയിൽ കൊണ്ടുവരണവരുടെ നിന്ന് വാങ്ങിച്ചാൽ മതി, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു ശരിയാ, എന്നാൽ പിന്നെ ഇനി അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംഭവം വേവിക്കട്ടത്. പക്ഷേ കുക്കർ തുറന്നപ്പോൾ നല്ല എന്താ പറയുക, നമ്മൾ പറയില്ലേ പായസക്കൊള്ളി എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. അപ്പോൾ ഞാൻ വേഗം അത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ തൊട്ട് അപ്പോൾ സാധാരണ അങ്ങനെ വേവാത്ത കൊള്ളി ഇങ്ങനെ ഉടയാത്തതൊക്കെ ആണെങ്കിൽ നമ്മൾ ചുവന്ന കളറിൽ അല്ലെങ്കിൽ മഞ്ഞ കളറിലൊക്കെ വേവിച്ചാൽ മറ്റേ കാച്ചി കഴിഞ്ഞാൽ ടേസ്റ്റാണ്. ഇത് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പാൽക്കപ്പ കഴിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ബട്ടർ പാൽക്കപ്പ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അതിന് പറ്റിയ സംഭവമാണ്. അപ്പോൾ ചാക്കോച്ചനും കൊടുക്കാൻ നല്ലതാണ് ഈ കൊള്ളി, നല്ലോണം ഉടഞ്ഞിട്ടുള്ള കൊള്ളി കേട്ടോ. അപ്പോൾ ഞാൻ അതെടുത്ത് പാൽക്കപ്പ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന്. സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ പാൽക്കപ്പയിൽ പാൽക്കപ്പ തന്നെയല്ലേ പറയുക, അതെ, അതിൽ സാധാരണ അധികം പച്ചമുളക് ഇടാറില്ല. പ്രത്യേകിച്ച് ഈ ബട്ടർ പാൽക്കപ്പയിൽ പച്ചമുളക് ഇടില്ല. പക്ഷെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഉണ്ടാക്കണമെന്ന് പറയുമ്പോഴേക്കും ഡാഡി എന്നോട് പറഞ്ഞു ഇത്തിരി ചൊടി വേണം കേട്ടോ. ഡാഡിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്തിരി എരിവും പുളിയൊക്കെ ഉള്ളതാണ് ഇഷ്ടം. ഇങ്ങനെ പെയിലായിട്ടുള്ള ടേസ്റ്റ് ആൾക്ക് ഇഷ്ടമില്ല. അതായത് ഇപ്പോൾ ചീസിൻ്റെ അങ്ങനെയുള്ളതൊന്നും വലിയ ഇഷ്ടമില്ല, തിന്നും. പക്ഷേ ഇഷ്ടം കൂടുതൽ കുറച്ചും കൂടി ഇങ്ങനെ സ്പൈസി ആയിട്ടുള്ള സംഭവങ്ങളാട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു കുറച്ച് എരിവ് ഇട്ടിട്ട് ഉണ്ടാക്കിക്കോളുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് നമ്മുടേതായ സ്റ്റൈലിൽ ഉണ്ടാക്കാമല്ലോ, നമുക്ക് എന്തും നമ്മൾക്ക് തോന്നുന്ന രുചിയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ പുതുമ വരുത്തി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കഞ്ഞി നല്ലോണം കൊള്ളി വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബട്ടറിൽ ഞാൻ ചെയ്ത പണി എങ്ങനെ വെച്ചാൽ ഒരു 3-4 പച്ചമുളക് എടുത്തിട്ട് നല്ലോണം അടിച്ച് അതിലേക്ക് ചേർത്തു. എന്നിട്ട് അതിൻ്റെ ആ പച്ചമണം മാറണ വരെ ഞാൻ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ കൊള്ളി, അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കൊള്ളിയിൽ ഞാൻ പാല് പിഴിഞ്ഞപ്പോൾ ഒരു 2-ാം പാല് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറെ ഒന്നിനും ആവശ്യമില്ലാത്തതാണ് ഇതിലേക്ക് തന്നെ ഒഴിച്ചു. അതിലെന്നെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ പാലും പായസക്കൊള്ളി തന്നെ ശരിക്കും പായസം പോലെ കഷ്ണങ്ങൾ വളരെ കുറവാണ്. അങ്ങനെ വേവിച്ചിട്ട് ഞാൻ ശരിക്കും നമ്മുടെ തമ്പാൽ ഒഴിച്ച്
അത് കഴിഞ്ഞ് നമ്മളുടെ ഇത് കടുക് വറുത്തിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എണ്ണ നന്നായി ചൂടാകുമ്പോൾ ചിലരുണ്ട് എല്ലാം കൂടി ഒറ്റയിടലിടും ചെയ്യായിക്കോ. ആദ്യം കടുക് നന്നായി പൊട്ടണം, പൊട്ടിക്കഴിയണോട് കൂടിയിട്ട് ഉള്ളി ഇടണം. ഉള്ളി ചുവന്നോട് കൂടിയിട്ട് വേണം ഒരു എന്താ പറയുക കരിഞ്ഞൊരു പരുവാകുമ്പോഴേക്കാണ് ചുവന്ന മുളകിടുക. ചുവന്ന മുളകൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അവസാനം വേപ്പിലിടുക. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ പല കളറായിട്ട് ഇതുപോലെ കെടുക്കും. അല്ലെങ്കിൽ എങ്ങനെയാ വെച്ചാൽ കംപ്ലീറ്റ് ഒന്നിച്ച് കരിഞ്ഞിട്ട് കാണാനും ഭംഗിയുണ്ടാവില്ല, തിന്നുമ്പോഴും അതിൻ്റെ ഫ്ലേവർ കിട്ടില്ല. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് ഇടുമ്പോൾ കടുകിൻ്റെ ഫ്ലേവർ വന്നു. അങ്ങനെ ഓരോന്നിനും. അപ്പോൾ ഇത് ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നാളേക്ക് വേണ്ടി വെച്ച മീൻ കറിയാണ്. പക്ഷേ ഇതിന് കറക്റ്റ് നല്ല കോമ്പിനേഷനായിരുന്നു. പക്ഷേ ആരും ഇന്ന് ഇതല്ല എടുത്തത്, ചാള അച്ചാർ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് എടുത്തത്. പിന്നെ നമ്മുടെ കട്ടൻ ചായ നമ്മൾ ഇന്നലെ കൊണ്ടുവന്നില്ലേ അപർണയുടെ, ആ ചായ മിൻറ്റ് സ്പൈസ് ടീ ചായയും കൂടിയായിരുന്നു, അതും കൂടി വെച്ചു. അപ്പോൾ നല്ല എന്താ പറയുക അസലായിട്ടുള്ള ഒരു ഡിന്നറായിരുന്നു കേട്ടോ. അപ്പോൾ ചായപ്പൊടി അപ്പോൾ ഞാൻ ഇന്നലെ ഡോണിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിവൈനും ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഫ്ലേവർ കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ശരിക്കും 2-2.5 ഗ്ലാസ്സാണ് വെച്ചത്. അപ്പോൾ കുടിച്ച് നോക്കിയപ്പോൾ ഡിവൈൻ പറഞ്ഞു, മമ്മി ഇതെല്ലാവർക്കും ഇഷ്ടമാവാൻ വഴിയുണ്ട്, അപ്പോൾ മമ്മി ഒരു കാര്യം ചെയ്യുക, ഒരു ഗ്ലാസ്സും കൂടി എക്സ്ട്രാ വെച്ചോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ശരിക്കും 4.5 ഗ്ലാസ്സോളം വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും പ്ലസ് നമ്മുടെ ചാക്കോച്ചൻ ഭയങ്കര ഇഷ്ടമായി അവന് ഈ ചായ. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ലതാണ്, ഇതിപ്പോൾ ജാതിക്കയുടെ ഫ്ലേവറാണ്. അപ്പോൾ ജാതിക്ക എപ്പോഴും നല്ലതാണല്ലോ വയറിനും ഇതൊക്കെ. അപ്പോൾ ഗ്യാസ് ഫോം ചെയ്യും, കൊള്ളിയാണ്. അപ്പോൾ കൊള്ളിക്ക് നല്ലൊരു കോമ്പിനേഷനായിരുന്നു ഈ ചായ കേട്ടോ. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ബട്ടറും പച്ചമുളകാണ് യൂസ് ചെയ്തത്. അപ്പോൾ പച്ചമുളക് വേണ്ടാത്തവർ കാച്ചുമ്പോൾ ചുവന്ന മുളക് 2 എണ്ണം കൂടുതൽ പൊട്ടിച്ചിടുക. അപ്പോൾ ഒരു ചെറിയൊരു എരിവ് ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എരിവിടുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ബട്ടറിലാണ് മുളക് മൊരിയിച്ചത്. ഇതിപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങളത് ഇത് ബട്ടർ പാൽക്കൊള്ളി ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇല്ലാത്ത പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ വെറുതെ കൊള്ളി വേവിച്ച് തമ്പാലിൽ 2ാം പാലിൽ വേവിച്ച് ആദ്യത്തെ തമ്പാലൊഴിച്ച് അത് കഴിഞ്ഞിട്ട് കാച്ചി ഒഴിക്കുമ്പോൾ ഇതിപ്പോൾ ഞാൻ പച്ചമുളക് മൂപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അതുപോലെ കടുക് കാച്ചുമ്പോൾ വെളിച്ചെണ്ണയിൽ വേണം കാച്ചാനായിട്ട്, ഓയിലല്ല. വെളിച്ചെണ്ണയിലാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അത് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ എടുക്കുക. അതുപോലെ കടുകും ഉള്ളിയും ഒക്കെ കുറച്ച് കൂടുതൽ എടുക്കുക. അപ്പോൾ എന്നാലാണ് വേറെ ഒന്നും നമ്മൾ അതിൽ ചേർക്കാത്തത് കൊണ്ട് അത് കൂടുതൽ ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് വരാം വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ അത് രണ്ടും ഞാനത് നേരത്തെ തിരിച്ച് പറയാൻ വിട്ടുപോയി. അപ്പോൾ ചാക്കോച്ചനോട് കുളിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഇപ്പം തന്നെ ഡയപ്പറും ട്രൗസറൊക്കെ ഊരി പഠിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുളിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഫുൾ ടൈം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഫുൾ ടൈം ഇവൻ്റെ കളികളും കാര്യങ്ങളാണ്. അപ്പോൾ അവൻ ഒറ്റപുത്രനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. തോമു സംഭവം നിങ്ങൾ വിചാരിക്കും തോമു ഉറങ്ങാമെന്ന്, തോമു ഉറങ്ങില്ല. തോമു ശരിക്കും അപ്പുറത്തുണ്ട്, പക്ഷേ അവൻ ഈ വീട്ടിലുണ്ടോ എന്ന് പോലും അറിയില്ല. പാച്ചു ഉണ്ടെങ്കിൽ 2ആളുടെയും ബഹളം ഉണ്ടാവും, ഇല്ലെങ്കിൽ തോമു ഇങ്ങനൊരു കുട്ടി വീട്ടിലുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നോക്കും ഉറങ്ങിയോ എന്ന്. അപ്പോൾ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഫോൺ കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ TV നോക്കി കിടക്കുന്നുണ്ടാവും. ഒരനക്കം ഉണ്ടാവില്ല കേട്ടോ അവൻ്റെ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അങ്ങോട്ട് ഭംഗിയായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് കുറേ നേരം ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഇന്നെന്ത് കാണിച്ചു എന്ന് വെച്ചാൽ ഡൈനിങ് ടേബിളും ഇവൻ പൊത്തിപ്പിടിച്ച് കയറണ കാരണം ഞങ്ങൾ ഇവിടെ അടുക്കളയിലും സെറ്റീമ ഡാഡിയുടെ മാച്ചും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സെറ്റീമ ഇരുന്നിട്ടാണ് കഴിച്ചത്. അപ്പോൾ തോമുവിനെ വിളിച്ചപ്പോൾ തോമു ചോദിക്കുക അപ്പോൾ ഭക്ഷണം കഴിക്കണില്ലേന്ന്. അവൻ കണ്ടിട്ടില്ല, ഇതൊന്നും മൂപ്പരറിഞ്ഞിട്ടില്ല ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും. അങ്ങനെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് കയറുകയാണ് കേട്ടോ. അപ്പോൾ ചാക്കോച്ചനെ സംബന്ധിച്ച് അമ്മാമ്മയ്ക്ക് ഒരു ഉമ്മങ്ങ് തരണം, അപ്പാപ്പന് ഉമ്മ കൊടുക്കണം. അതുപോലെ നേരം വെളുത്ത് വന്ന് എന്നെ വിളിക്കും, എൻ്റെ മേത്ത് വന്ന് കെടുക്കും. അങ്ങനെ കുറേ എന്താ പറയുക, ഞാൻ പറയും മൂത്ത 2 പേർക്ക് ഇല്ലാത്ത കുറേ നല്ല ശീലങ്ങൾ ഇവനുണ്ടെന്ന്. ഇവൻ എവിടേക്കെങ്കിലും പോകണ്ടെങ്കിൽ നമ്മളെ കാണാണ്ട് പറയാണ്ട് പോവില്ല. ഇത് ഓരോ പ്രാവശ്യം മുകളിൽ കയറുകയാണെങ്കിൽ എന്നെ വിളിക്കും, മമ്മീനെ വിളിച്ച് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ബായൊക്കെ പറഞ്ഞിട്ടാണ് പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ ട്രൗസറുകളുടെ അര ഉണങ്ങാണ്ട്, കാരണം ഡിമ്പിൾ പോണതിൻ്റെ തൊട്ട് മുമ്പാണ് വാഷ് ചെയ്തിട്ടത്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു നാളെ എടുക്കാം. ബാക്കി തുണികളൊക്കെ അകത്ത് കൊണ്ടിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് മടക്കി ഡിമ്പിളുടെ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പണിയും കൂടി ഉണ്ട്. അത് ഞാൻ വിചാരിച്ചു ഇത് എക്സ്പോർട്ട് ചെയ്യാൻ ഇടുന്ന നേരം കൊണ്ട് ആ പരിപാടി ചെയ്യാമല്ലോ എന്ന്. അപ്പോൾ ഞാൻ
കുറച്ച് എണ്ണയൊക്കെ ഇട്ടു. അപ്പോൾ ഞാൻ ഇന്നാൾ ജാനീസിൻ്റെ ഇത് വന്നപ്പോൾ കുട്ടികൾ എന്നോട് ചോദിച്ചായിരുന്നു എങ്ങനെയുണ്ടെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ഡിമ്പിളും ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഡിമ്പിളിന് കാച്ചിയ എണ്ണ വേറെ പറ്റിയെങ്കിലും ഒന്ന് കാച്ചി കൊടുക്കണം, കാരണം മൂപ്പർക്ക് ഈ എണ്ണ മതിയാവില്ല. ഞാൻ പറയും എൻ്റെ ഈ എണ്ണ നീ അവസാനിപ്പിക്കുന്നു. മൂപ്പര് നിറച്ച് കുളുക്കെ തലയിൽ എണ്ണ ഇടുന്ന ആളാട്ടോ. അപ്പോൾ അവളുടെ അത്രയും മുടിയിൽ എണ്ണ ഇടുമ്പോഴേ ഞാൻ പറയും എൻ്റെ 2 മാസം തേക്കേണ്ട എണ്ണ നീ ഒരാഴ്ച കൊണ്ട് തീർക്കും എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഈ ഫോട്ടോൻ്റെ തൊട്ട് മുമ്പത്തെ ഫോട്ടോ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ഡോൺ തന്നി പാച്ചുട്ടൻ്റെ ചായ കേട്ടോ. അപ്പോൾ കുറേ പേര് പറഞ്ഞു പാച്ചുട്ടൻ അപ്പാപ്പൻ്റെ പോലെയാണ്, കുറേ പേര് പറഞ്ഞു അല്ല ഡോണിൻ്റെ പോലെയാണ്. അപ്പോൾ ഫോട്ടോസ് പണ്ടത്തെ നോക്കുമ്പോൾ കറക്റ്റ് ഡോണിൻ്റെ ചായ ഇപ്പോൾ പാച്ചുട്ടൻ. അങ്ങനെ ഞങ്ങളൊന്നിപ്പോൾ അതൊക്കെ മേശ തിരിച്ചിട്ട് നോക്കിയത്, അതായത് അപ്പുറത്തെ നീക്കിയിട്ട് ഇട്ടുണ്ടായിരുന്ന ചാക്കോച്ചൻ കയറാണ്ടൊക്കെ. അപ്പോൾ ഞാൻ വെറുതെ ഡാഡിയോടൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ വീട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഡൈനിങ് ടേബിൾ തിരിച്ചിടുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ഇട്ടപ്പോൾ ഭയങ്കര സ്പേസ് ഉള്ള പോലെ തോന്നി. അപ്പോൾ എനിക്ക് തോന്നുന്നു കറക്റ്റ് പൊസിഷൻ ഇതായിരുന്നു തോന്നുന്നുണ്ട്. നമുക്കറിയില്ലല്ലോ, നമ്മൾ ആദ്യത്തെ ദിവസം ഇട്ടപ്പോൾ പിന്നെ എല്ലാ ഫർണിച്ചേഴ്സും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ഇടാറുണ്ട്. പക്ഷേ ഡൈനിങ് ടേബിളിൽ ഞാൻ ഇന്ന് വരെ പരീക്ഷിച്ചിട്ടില്ല. സംഭവം 2 പേർക്ക് ഇരിക്കാൻ പറ്റില്ല 2 സൈഡിൽ. എന്നാലും ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം ഇങ്ങനെ കിടക്കട്ടെ എന്ന്. അങ്ങനെ പതിവിൽ വിട്ട് കുറച്ച് നേരത്തെ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. എങ്കിലും എൻ്റെ പരിപാടികൾ കഴിയാൻ കുറേ ലേറ്റായി, കാരണം ഡിവൈൻ എന്തോ ഒരു കൊറിയർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നാളെ വാലൻറ്റൈൻസ് ഡേ അല്ലേ, അപ്പോൾ ആ സർപ്രൈസ് നിങ്ങൾക്ക് കാണാം. അങ്ങനെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു ഇനി വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുത്ത് സുഖമായിട്ട് കിടന്നുറങ്ങാം. സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സമയത്ത് ഇവിടെ നമ്മുടെ പാച്ചുട്ടനും ഡിമ്പിളും ഉണ്ടാവും. അപ്പോൾ പാച്ചുട്ട ഇടയ്ക്കൊന്ന് ഓടിക്കയറി വരും. അപ്പോൾ ഞാൻ ഇവൻ ഉറങ്ങി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വരാറുള്ളൂ. പക്ഷേ ഇന്ന് അതല്ല. ഇന്നിപ്പോൾ കുട്ടി എനിക്ക് തോന്നുന്നു 6:30 എത്തിയിട്ടുണ്ടാവും. ആൻസർ ഇന്ന് ബാംഗ്ലൂർക്ക് മടങ്ങി. പപ്പയും ഡിമ്പിളും മോനും മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് 2ാമത് കയറി വന്നു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് എഡിറ്റ് ചെയ്തപ്പോൾ 2ാമത് കയറി വന്നാന്ന് തോന്നുന്നുണ്ട്. സോറി. നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ അബദ്ധങ്ങൾ പറ്റും എന്നുള്ളത് പ്രായത്തിൻ്റെയാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് പെട്ടെന്ന് കണ്ടതായിട്ട് എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഇത് ഫ്രഷാണ് കേട്ടോ. നേരത്തെ ഈ കിച്ചൺ കാണിച്ചത് 2 വട്ടം കാണിച്ചോ എന്നൊരു സംശയമുണ്ട്. സാരില്ല, നിങ്ങളല്ലേ, നിങ്ങൾക്കറിയാം ആൻറ്റിക്ക് ഇത്രയ്ക്കൊക്കെ പറ്റുള്ളൂ, ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്നുള്ളത് കേട്ടോ. അപ്പോൾ പോട്ടെ, സാരില്ല. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷം ഇവിടെ വെച്ച് കഴിയാണ്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാമെന്ന് വിചാരിക്കണോ. അപ്പോൾ നിങ്ങളും ഈ പറഞ്ഞ ഫിൽറ്റർ കോഫി ഉണ്ടാക്കി നോക്കുക, ഫിൽറ്റർ ഇല്ലാത്തവർ വാങ്ങിക്കുക, പാൽ കപ്പ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ലൊരു വിശേഷമായിട്ട് നമുക്ക് നാളെ കാണാം.